അമേരിക്കയിൽ ഷട്ട്ഡൗൺ രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ്. പെൻസിൽവാനിയയിലെ ലിബർട്ടി ബെൽ മുതൽ ഹവായ് പേൾ ഹാർബർ വരെ താൽക്കാലികമായി അടഞ്ഞുകിടക്കുകയാണ്. ഷട്ട്ഡൌണിന് ഇടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് പരസ്പരം പഴിചാരുകയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും. US സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ 1 മുമ്പ് US കോൺഗ്രസ് പാസ്സാക്കുന്നതാണ് അമേരിക്കയിലെ രീതി. ബിൽ ഇന്നലെ സെനറ്റിൽ പാസ്സായില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അഭിലാഷ, അസാധാരണമായ സാഹചര്യം. ഇതിനു മുമ്പ് പലപ്പോഴും ഷട്ട്ഡൗൺ നേരിട്ടിട്ടുണ്ട് അമേരിക്കയെങ്കിലും ഇതിലിപ്പോൾ ഒരു തീരുമാനമുണ്ടാകുന്നില്ല. ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നതിലും വ്യക്തതയില്ലാത്ത പശ്ചാത്തലമാണല്ലോ. അഭിലാഷ്, ഇതിപ്പോൾ എല്ലാ വർഷവും സെനറ്റിൽ ഇത്തരത്തിൽ വരുന്ന വർഷത്തേക്കുള്ള സാമ്പത്തിക ബിൽ സെനറ്റിൽ ഭരണകക്ഷി അവതരിപ്പിക്കാറുണ്ട്. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് അത് അംഗീകരിക്കുന്നതോടെ അത് ബില്ല് പാസ്സായി മുന്നോട്ട് പോകുന്നതാണ് പതിവ്. എല്ലാ വർഷവും ഒക്ടോബർ 1 മുമ്പ് തന്നെ ഈ ബില്ല് പാസ്സാക്കി അടുത്ത വരുന്ന വർഷത്തേക്കുള്ള എല്ലാ ശമ്പളം കൊടുക്കുന്നതടക്കമുള്ള ധനബില്ല് പാസ്സാക്കി വരുന്നതാണ് രീതി. പക്ഷേ ഇത്തവണ അതുണ്ടാകാത്തതാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത്. കാരണം ഇത്തരത്തിൽ ഒബാമ കെയർ എന്ന് പറഞ്ഞിട്ട് അവിടെ ആരോഗ്യ ഒരു സബ്സിഡി പദ്ധതി ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി, കുറഞ്ഞ ചെലവിൽ ചികിത്സ എത്തിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഒബാമ കെയർ പദ്ധതി. ആ പദ്ധതി ഈ വർഷത്തോടു കൂടി നിർത്തലാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിനെതിരെ ഡെമോക്രാറ്റുകൾ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ സെനറ്റിൽ ഇത്തവണത്തെ ധനബിൽ പാസ്സാകാതെ പോയത്. തുടർന്നാണ് ഇത്തരത്തിൽ അമേരിക്കയെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ അവിടുത്തെ നാഷണൽ പാർക്ക് അടക്കം മ്യൂസിയങ്ങളടക്കം വീസ സംവിധാനങ്ങളടക്കം പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞുകിടക്കുന്നു എന്നതിനേക്കാൾ ഉപരി അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് ട്രംപ് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 7.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിത അവധിയിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള അടച്ചുപൂട്ടലിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. ആകപ്പാടെ നമുക്ക് പറയാം ഒരു അടിയന്തരാവസ്ഥ പോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് 2018 ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് ഇതിനു മുമ്പ് ഇതുപോലെ 35 ദിവസം വരെ അമേരിക്ക അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ, ആരോഗ്യം, വ്യോമയാന വിഭാഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ മേഖലയും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. 2018 മുമ്പ് 1981 ശേഷം അമേരിക്ക ഇതുവരെ 15 തവണയാണ് അടഞ്ഞു കിടന്നത്. അതിലേറ്റവും പുതിയ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് എത്ര നാൾ ഈ ഒരു അടഞ്ഞുകിടപ്പ് തുടരുമെന്നുള്ള കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. ഈ കാര്യത്തിൽ ഡെമോക്രാറ്റും ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തിയാൽ മാത്രമേ അമേരിക്കയിൽ സാഹചര്യങ്ങൾ സാധാരണഗതിയിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ദിവസങ്ങൾ കഴിയും തോറും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ വിലക്കയറ്റത്തിൻ്റെ ഒരു കാലം കൂടിയാണ്. കാരണം ഇന്ത്യയിൽ നിന്നടക്കമുള്ള ഈ ഇറക്കുമതി അവിടെ വലിയ രീതിയിലുള്ള ടാക്സ് ഉയർത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യൻ സാധനങ്ങൾക്കടക്കം അവിടെ വില കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്കടക്കം അമേരിക്കയിൽ വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിപണിയെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള വിലക്കയറ്റം അടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് അമേരിക്കയുടെ ഈ വർഷത്തെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ അമേരിക്കയിൽ ഒരു വല്ലാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം അമേരിക്കയുടെ 7.5 ലക്ഷം വരുന്ന ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ആശങ്കയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അമേരിക്കയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അഭിലാഷ്, എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഡൊണാൾഡ് ട്രംപ് മറികടക്കും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് അഭിലാഷ് നൽകിയത്.